പാലിക്കേ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം പിതാവായ ദൈവത്തിന്റെ ഓമനകുമാരനാകുന്ന നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും ചെയ്ത് താൻ ദൈവപുത്രനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുവെങ്കിലും യഹൂദന്മാരുടെ കയ്യാൽ താൻ കൊല്ലപ്പെടുകയും ഏറ്റവും ഒടുവിലെ കാൽവറി ക്രൂശിൽ സകല മാനവരാശിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് അരിമത്യക്കാരെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് സ്വർഗസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്ന യേശു അവൻ പോയതുപോലെ കോടാനുകോടി വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുമെന്ന് സ്മിത വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവര് സ്നാനപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണവും ഇത് ദൈവിക കൽപ്പനയുമാകയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്മിതയെ ജലാശയത്തിൽ ഞങ്ങൾ സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം. ജീവന്റെ കിരീടം നിനക്ക് ലഭിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ മകനീയമായ ശുശ്രൂഷ കേൾക്കുവാൻ ഈ നിന്റെ മകളെ എവിടുന്ന് സഹായിച്ചതിനായി ദൈവം കൊടുക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അങ്ങയ്ക്ക് വേണ്ടി അവസാന ശ്വാസം വരെ നിൽക്കുവാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉത്തമ സാക്ഷിയായി ഒരു നല്ല കുടുംബിനിയായി മുന്നോട്ട് പോകുവാൻ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് അവൾ ഇടപെടുന്നതായ വിഷയങ്ങളില് കർത്താവിന്റെ മഹനീയമായ ശുശ്രൂഷ ചെയ്യുവാൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ നീ മകളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അതിന്റെ ബലഹീന കരങ്ങൾ തൊട്ട് അനുഗ്രഹിക്കുകയാണ്. അനേകർക്കൊരു അനുഗ്രഹപാത്രമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.